ക്യാൻസർ ബാധിതയായ രേണു സുധിയെ കാണാൻ കിച്ചു എന്ന രാഹുൽ ദാസ് പോയിട്ടില്ലെന്ന് കാട്ടി നിരവധി വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. പിന്നാലെ അപ്പോൾ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞ് വീഡിയോയുമായി കിച്ചു രംഗത്തെത്തിയിരുന്നു. രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കാട്ടിയായിരുന്നു കിച്ചുവിൻ്റെ പ്രതികരണം. എടുത്തു വളർത്തിയ മോൻ ഇതെല്ലാം കാണുന്നുണ്ട്. നാളെ ഋതപ്പൻ്റെ അവസ്ഥ എന്താവും, അവൻ്റെ ഭാവി എന്താവും? മിക്ക പിള്ളേരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അവരെ ഋതപ്പൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ ചെയ്തതിൽ മോശമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് അതിൽ നിന്ന് 2.5-3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്നാണ്. ഞാൻ തിരിച്ചു മറുപടി കൊടുക്കാൻ പോയില്ല. അവിടെ വെച്ചിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഈ കാര്യങ്ങളാണ് കിച്ചു തൻ്റെ വീഡിയോയിൽ പറയുന്നത്. പിന്നാലെ പ്രതികരണമായി രേണു സുധിയും എത്തിയിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് രേണു സുധിയുടെ പ്രതികരണം. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ താനത് ചെയ്യില്ലായിരുന്നുവെന്നും എന്നാൽ കിച്ചു നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞതുമെന്നാണ് രേണുവിൻ്റെ പ്രതികരണം. ഈ ചാറ്റും രേണു പുറത്തുവിട്ടു. ഭാവിയെ വരെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നും അതൊന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും രേണു പറയുന്നു. ഋതപ്പനേക്കാൾ കൂടുതൽ കിച്ചുവിനെ സ്നേഹിച്ചുവെന്നും പണ്ടത്തെ കിച്ചു എന്ന രാഹുൽദാസിനെ കുറിച്ച് ചില പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് അറിയാമെന്നും രേണു വീഡിയോയിൽ പറയുന്നു. ഒറ്റപ്പെടുത്തിയവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ കിച്ചു എന്ന രാഹുൽ ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ കാരണമാണ് അമ്മയെ വെറുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. കിച്ചുവിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് ഒന്നും അറിയില്ല. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു ഈ അമ്മയെ വെറുതെ വിട്. നീ എന്നെ നോക്കണ്ട, എനിക്ക് ഗുണവും ചെയ്യണ്ട, അമ്മ എന്നും വിളിക്കണ്ട. എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ? ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ഒന്നും ചെയ്യണ്ട. ഞാൻ പ്രസവിച്ച എൻ്റെ ഋതപ്പനേക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ ഉറക്കമൊഴിച്ച് ചെയ്ത ജോലിയിൽ നിന്ന് കിട്ടിയ പൈസ നിനക്ക് തന്നു. നിന്റെ പെറ്റ തള്ള ഇട്ടിട്ട് പോയത് മുതലുള്ള കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെ വീട്ടിൽ നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നീ എങ്കിലും എന്നെ വെറുതെ വിട്. ക്യാൻസർ രോഗമായി ഞാൻ മല്ലിടുകയാണ്. ഋതപ്പന് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്നെ വെറുതെ വിട് കിച്ചു. നമുക്ക് 2 പേർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഭാവിയെ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. 1 വർഷമല്ലേ ആയിട്ടുള്ളൂ നീ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഉപദ്രവിക്കരുത്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല. നിന്റെ കാല് പിടിച്ച് പറയുക, എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് ഇതിൽ നിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റൂ. ഞാൻ നിനക്ക് പൈസ തന്നിട്ടേ ഉള്ളൂ, കണക്ക് പറയുന്നതല്ല. നിന്റെ പല ചാറ്റുകളും സംസാരങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. രാഹുൽദാസിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇത്. ആർക്കും വേണ്ടി നീ എന്നെ കാണാൻ വരണ്ട. ആരുടെയും വിഷമവും തീർക്കേണ്ട. എന്നെ വെറുതെ വിട്ടേക്കൂ. ഈ മരിച്ചാൽ എൻ്റെ ശവം കാണാൻ പോലും നീ വരരുത്. റീത്ത് പോലും ആരും വയ്ക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്.